Dear students, in this video we are discussing about our new chapter Life within the seed. In the first page from Anish's diary you can read, the whole yard was purchased, but just after 2 years of rain grass has spotted everywhere. Tender leaves started appearing on the hibiscus stem thrown into the basin of the coconut tree by Papa. Try to uproot 1 or 2 grass. They have no roots. Do they from the spotting of seeds? Nothing is seen. Should tell Papa to buy me a lens to see them enlarged. Here are the tamarind seeds have spotted. How smartly the spores have come out of splitting the seed. Moreover, this has also brought up parts of the seed out of the soil. Oh, what a pity that I didn't know that so many wonders lay hidden in the yard. Did you read Anish's diary? This is the entry activity into our textbook. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ എല്ലാം മുറ്റം കുറച്ച് ദിവസം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെയെല്ലാം ധാരാളം പുല്ല് മുളച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവയെല്ലാം എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് അനീഷിൻ്റെ സംശയം. തന്നെ പുളിയുടെ വിത്തുകൾ മുളച്ചിട്ടുണ്ടാവും. അവയൊക്കെ മണ്ണിനെ പിളർന്നുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ വിത്തുകൾ വളരുന്നത്? എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ മുറ്റത്ത് ഒളിച്ചു നിൽക്കുന്നത് എന്ന് ഒതുക്കപ്പെടുകയാണ് അനീഷ്. നൗ വാട്ട് ഡു സീഡ്സ് റിക്വയർ ടു ജെർമിനേറ്റ്? അതായത് വിത്ത് മുളയ്ക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്? Let us listen to what the spotted seeds in our yard have to say. നോക്കൂ, നമ്മളൊന്ന് ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. ഒരു മുളച്ചു വരുന്ന വിത്തുകൾക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാവും എന്നാണ് നമ്മൾ ഈ ചിത്രത്തിൽ പറയുന്നത്. നോക്കൂ, ഒരു വിത്ത് പറയുന്നു, വാട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് ഐ ഫെൽ ഓൺ ദ സോയിൽ. നോക്കൂ, എന്തൊരു അനുഗ്രഹമാണ് എനിക്ക് മണ്ണിൽ നിന്ന് ലഭിച്ചത്. I opened my eyes when I got water. നോക്കൂ, വെള്ളം ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. When I spotted, the first thing I saw was the sunlight. മറ്റൊരു ചെടി പറയുന്നു, ഞാൻ മുളച്ചു പൊന്തിയപ്പോൾ ആദ്യം കണ്ടത് ഞാൻ സൂര്യപ്രകാശമായിരുന്നു. I got enough warmth and cold. എനിക്ക് വേണ്ടത്ര ചൂടും അതുപോലെ തന്നെ തണുപ്പും ലഭിച്ചു. Many of my friends have not been able to spot yet. മറ്റൊരു വിത്ത് പറയുന്നു, എൻ്റെ കുറേയേറെ സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും മുളച്ചു പൊന്താൻ പറ്റിയിട്ടില്ല. Adequate air was not available where I lay. ഞാൻ കിടന്ന ഭാഗങ്ങളിൽ വേണ്ടത്ര വായു ലഭിച്ചിട്ടില്ലായിരുന്നു. നോക്കൂ, ഇതെല്ലാം വിത്തുകൾ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തെല്ലാമാണ് ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായ സംഗതികളെന്ന് നമുക്ക് ഏകദേശമൊക്കെ ഈ വിത്തുകളുടെ സംഭാഷണം തന്നെ നമുക്ക് മനസ്സിലാവും. Then, what does a seed need to germinate? Your guesses may be noted down in your science diary. ഇപ്പോൾ ഈ ചിത്രത്തിന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് എഴുതി നോക്കിയാലോ നമ്മൾ സയൻസ് നോട്ട് പുസ്തകത്തിൽ. Let us find out through an experiment requirements for the seed germination. ചെടികൾക്ക് വിത്തുകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയും നോക്കാം. The first experiment is the soil required for the germination of the seeds. അതായത് വിത്ത് മുളയ്ക്കുവാൻ മണ്ണ് ആവശ്യമുണ്ടോ? ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. നമ്മളെല്ലാം വിത്ത് മുളയ്ക്കുന്നത് മണ്ണിലാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ ചോദ്യം എന്താണ്? ഈ സോയിൽ റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, അതായത് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെ മനസ്സിലൊരു ഊഹം വന്നിട്ടുണ്ടായിരിക്കും. ആദ്യം തോന്നുന്ന ഉത്തരം അതവിടെ എഴുതി വെക്കാം. ഇൻ ഓർഡർ ടു ടെസ്റ്റ് വെദർ ദ സോയിൽ ഈസ് റിക്വയർഡ് ഫോർ സ്പോട്ടിംഗ്, ദ സീഡ്സ് മീൻ ഫോർ സ്പോട്ടിംഗ് ഷുഡ് ബി കെപ്റ്റ് എവേ ഫ്രം ദ സോയിൽ. അതായത് മണ്ണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് നമുക്ക് മുളയ്ക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകളെ മണ്ണില്ലാത്ത ഒരവസ്ഥയിൽ സൂക്ഷിക്കണം. ബട്ട്
ദേ ഷുഡ് ഗെറ്റ് വാട്ടർ, എയർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പക്ഷേ അവയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കണം, അതേപോലെ തന്നെ വായു സാന്നിധ്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവും ലഭിച്ചിരിക്കണം. മണ്ണ് മാത്രമേ നമ്മൾ അവയ്ക്ക് നൽകാത്തതായിട്ടുള്ളൂ. ലെറ്റസ് ഡു ആൻ എക്സ്പെരിമെന്റ്. നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് ആർ ഗിവൺ ബിലോ. ഡിസ്പോസിബിൾ ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ ആൻഡ് വാട്ടർ. നോക്കൂ, നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. ഒന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ്, അതുപോലെ തന്നെ പീ സീഡ്സ് അഥവാ പയറുമണികൾ, നെക്സ്റ്റ് വൺ കോട്ടൺ അഥവാ പഞ്ഞി. ഇനി അഥവാ പഞ്ഞി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ തുണി നനച്ചിട്ട് വെച്ചാൽ മതി. വാട്ടർ അതായത് വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആലോചിക്കണം, നമ്മളുടെ പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? മണ്ണ് ആവശ്യമാണോ, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്. Then, what is the procedure of our experiment? Put small holes at the bottom of the disposable glass. നമ്മൾ പരീക്ഷണം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ അടിഭാഗത്ത് ചെറിയ ദ്വാരങ്ങൾ ഇടണം. Take some cotton in the glass and put 4 or 5 pea seeds. നമ്മുടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടൺ നമ്മൾ വെക്കണം. അതുപോലെ തന്നെ അതിൽ ഒരു 4-5 പയർ വിത്തുകളും ഇട്ട് വെക്കുക. Pour some water in the cotton. നമ്മൾ അതിൽ വെച്ചിട്ടുള്ള കോട്ടൺ അഥവാ തുണിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. Keep the glass open in the sunlight. ഇതിനെ നമുക്ക് വെളിച്ചം ലഭിക്കുന്ന ഒരു ഭാഗത്ത് ഈ ഗ്ലാസിനെ വെക്കാം. Record your observations daily. എല്ലാ ദിവസവും നമ്മൾ ചെടിയെ ഈ വിത്ത് മുളയ്ക്കാൻ വെച്ചിട്ടുള്ള ഈ ഗ്ലാസിനെ നമ്മൾ നിരീക്ഷിക്കണം. Do the seeds laying in the cotton spot. കുറച്ച് ദിവസം കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ വേണ്ടി വരും. പയർ വിത്തുകൾ എളുപ്പത്തിൽ മുളയ്ക്കും. അപ്പോൾ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിത്ത് മുളയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. വാട്ട് കൺക്ലൂഷൻ ഡിഡ് യു അറൈവ് ഫ്രം ദിസ് എക്സ്പെരിമെന്റ്? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട്. എന്ത് നിഗമനത്തിലാണ് നമുക്ക് എത്താൻ കഴിയുക? റൈറ്റ് ഡൗൺ യുവർ എക്സ്പെരിമെന്റ് നോട്ട്. അപ്പോൾ ഈ പരീക്ഷണം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ നിഗമനം എഴുതേണ്ടതാണ്. വിത്ത് മുളയ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം ഒരു ഊഹം ഉണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായും കോട്ടൺ തുണിയിൽ വെച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കും. അപ്പോൾ നമുക്ക് അതിന് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിത്ത് മുളയ്ക്കാൻ മണ്ണിൻ്റെ ആവശ്യം ഇല്ല. മണ്ണ് ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും. സോയിൽ ഈസ് നോട്ട് നെസസറി ഫോർ ദ സ്പോട്ടിംഗ് ഔട്ട് ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ നമുക്ക് മണ്ണ് നിർബന്ധമുള്ള കാര്യമല്ല. മുളയ്ക്കാൻ എന്ന് ആലോചിക്കണം. വിത്ത് മുളയ്ക്കാൻ ഉള്ള കാര്യത്തിനാണ് ഇപ്പം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്. അവർ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ഈസ് വാട്ടർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അതായത് വിത്ത് മുളയ്ക്കുവാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ്. ദിസ് എക്സ്പെരിമെന്റ് ഈസ് ഡൺ ടു സീ വെദർ വാട്ടർ ഈസ് നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻ. നേരത്തെ പറഞ്ഞു, ഈ പരീക്ഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം ആവശ്യമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി മേഡ് അവൈലബിൾ ആൻഡ് വാട്ട് ആർ ദോസ് ദാറ്റ് ഷുഡിൻ ബി കൺട്രോൾഡ്. അപ്പം നമ്മൾ നേരത്തെ മണ്ണിൻ്റെ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, മണ്ണൊഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കൊടുത്തിരുന്നു. അതുപോലെ ഈ പരീക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വിത്തിന് കൊടുക്കണം. വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കാതിരിക്കുന്നുള്ളൂ. ലെറ്റ് us try this way. Fill a disposable glass with completely dry soil. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഉണങ്ങിയ മണ്ണ് എടുക്കുക. പുട്ട് 4 or 5 pea seeds into it. 4-5 നേരത്തെ ചെയ്ത പോലെ തന്നെ പയറുമണികൾ അതിലിടുക. The seeds should get normal air, light and atmospheric temperature. അതായത് ഈ വിത്തുകൾക്ക് വായുവും അതേപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവും അതുപോലെ തന്നെ വെളിച്ചവും എല്ലാം കിട്ടുന്ന വിധം നമ്മൾ ജനാലയുടെ അരികിലൊക്കെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ഇട്ട് നമ്മൾ വെക്കുക. പോയിന്റ്സ് ടു റിമെമ്പർ. എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സോയിൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. അതായത് നമ്മൾ മണ്ണിനോ അതുപോലെ തന്നെ വിത്തുകൾക്കോ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യേണ്ടത്. ഡ്യൂറിംഗ് ദ റെയിനി സീസൺ During the rainy season, air contains moisture. The seeds should not be exposed to it.
അതായത് മഴയുള്ള സമയങ്ങളാണെങ്കിൽ അതിൽ നമ്മളെ വായുവിൽ തന്നെ ഈർപ്പത്തിൻ്റെ അംശമുണ്ടാവും. അപ്പോൾ അത് വിത്തുകൾക്ക് കിട്ടാത്ത പോലെയാണ് നമ്മൾ ഈ വിത്ത് നിറച്ച ഗ്ലാസ്സുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ദ ഗ്ലാസ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. അതായത് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ വശങ്ങളിലോ ഒന്നും ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യേണ്ടത്. ദ ഗ്ലാസ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് വേർ റെയിൻ ഫാൾസ്. മഴ പെയ്യാനുള്ള സാധ്യതയുള്ളിടത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വെള്ളം എത്താനുള്ള സാധ്യതയുള്ളിടത്തൊന്നും നമ്മൾ ഈ ഗ്ലാസ് വെക്കരുത്. കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെയും നോട്ട് നമുക്ക് നമ്മളെ സയൻസ് ഡയറിയിൽ എഴുതാം. എന്തായിരിക്കും നിങ്ങളുടെ ഊഹം? ഒന്ന് എഴുതി നോക്കൂ. ഇതിൻ്റെ പരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണ്. വാട്ടർ ഈസ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണ്. അതായത് നമ്മൾ ഈ പരീക്ഷണം ചെയ്താൽ ഈ ഉണങ്ങിയ മണ്ണിലിട്ട വിത്തുകളൊന്നും തന്നെ മുളയ്ക്കില്ല എന്ന് കാണാം. അവർ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് സൺലൈറ്റ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഈസ് സൺലൈറ്റ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അതായത് വിത്ത് മുളയ്ക്കാൻ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത എക്സ്പെരിമെൻറ്റ്. പുട്ട് സം സോയിൽ ഇൻ എ ഡിസ്പോസിബിൾ ഗ്ലാസ് ഹാവിംഗ് ഹോൾസ് അറ്റ് ഇറ്റ്സ് ബേസ്. ആഫ്റ്റർ പുട്ടിംഗ് സം പീ സീഡ്സ് പോർ സം വാട്ടർ. ഇതെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുന്നു, അതിൻ്റെ അടിയിലൊക്കെ 1-2 ദ്വാരങ്ങൾ ഇടുന്നു, അതിനുശേഷം അതിലേക്ക് 4-5 പയറുമണികൾ ഇടുന്നു, അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുന്നു. പ്ലേസ് ദ ഗ്ലാസ് in a cardboard box and cover it in such a way that the sunlight never enters it. നേരത്തെ നമ്മൾ മണ്ണിൻ്റെ പരീക്ഷണം ചെയ്തപ്പോൾ മണ്ണ് ഒഴിവാക്കി, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പരീക്ഷണം ചെയ്തപ്പോൾ നമ്മൾ വെള്ളം ഒഴിവാക്കി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ സൂര്യപ്രകാശം കിട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡ്ബോർഡ് ബോക്സിൽ നന്നായി കവർ ചെയ്തിട്ട് ഈ ഗ്ലാസ്സിനെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിക്കും. വാട്ട് ഡു യു ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? റൈറ്റ് ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. ഇതിൻ്റെയും പരീക്ഷണത്തിൻ്റെ നിഗമനം നമുക്ക് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ മനസ്സിലായത്? നമുക്ക് വിത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നിരീക്ഷിക്കുമ്പോൾ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളതെങ്കിലും വിത്ത് മുളച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. നൗ ലെറ്റ് us conclude. For the seeds to germinate, air, water and favorable temperature are essential for the germination of seeds. എന്തെല്ലാമാണ് വിത്ത് മുളയ്ക്കാൻ നിർബന്ധമായിട്ട് ആവശ്യമുള്ളത്? എയർ വേണം, വായു വേണം, വാട്ടർ വെള്ളം വേണം, ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ അനുകൂലമായ കാലാവസ്ഥയും വേണം. എന്തിന്? വിത്ത് മുളയ്ക്കാനായിട്ട്. സൺലൈറ്റ് അതായത് സൂര്യപ്രകാശം, ആൻഡ് സോയിൽ അതായത് മണ്ണും, റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആഫ്റ്റർ സ്പോട്ടിംഗ് വിത്ത് മുളച്ചതിന് ശേഷം ചെടി നന്നായി വളരാനാണ് സൺലൈറ്റിൻ്റെയും അതേപോലെ തന്നെ രണ്ടാമത്തെ മണ്ണിൻ്റെയും നമുക്ക് ആവശ്യമുള്ളത്. ക്ലാസിഫൈ ദ ഫാക്ടേഴ്സ് ഇൻ ടു ദോസ് ദാറ്റ് ആർ റിക്വയർഡ് ആൻഡ് ദോസ് ആർ നോട്ട് റിക്വയർഡ് ഫോർ ദ സ്പോട്ടിംഗ് ഓഫ് സീഡ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ആവശ്യമുള്ളതിനെയും ഇല്ലാത്തതിനെയും നമുക്കൊന്ന് തരംതിരിച്ച് നോക്കാം. താഴെ എന്തൊക്കെ പോയിന്റുകളുണ്ട്? എയർ, വാട്ടർ, സൺലൈറ്റ്, ഫേവറബിൾ ടെമ്പറേച്ചർ, മാന്യൂർ ആൻഡ് സോയിൽ. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വിത്ത് മുളയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ്. വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റുകൾക്കനുസരിച്ച് ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്കിന്ന് കണ്ടെത്താം. ഏതെല്ലാം വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്തതാണെന്നും നമുക്കിന്ന് കണ്ടെത്താം. Now there is a column മേക്കിംഗ് പാഡി സീഡ് സ്പോട്ട്. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നൊരു കാഴ്ചയായിരുന്നു. നെൽവിത്തുകൾ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന്. ലുക്ക് അറ്റ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ ഫാർമേഴ്സ് ടു സ്പോട്ട് പാഡി സീഡിങ്സ് ഫോർ ദ മൺസൂൺ ഹാർവസ്റ്റ് ഇൻ കേരള. നോക്കൂ, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ വിത്തിനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷിക്കാർ ചെയ്തിരുന്ന ഒരു ആശയമാണ്, ഒരു രീതിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്.
എ ബെഡ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ കോർട്ട്യാർഡ് യൂസിങ് പ്ലാന്റൈൻ സ്റ്റെംസ്. വാഴത്തണ്ടുകൾ കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈക്കസ് ലീവ്സ് ആർ സ്പ്രെഡ് ഓൺ ദ പാഡി സീഡ്സ് ചൂസൺ ഫോർ സ്പോട്ടിംഗ് ആൻഡ് സ്പ്രെഡ് ഓൺ ഇറ്റ്. നോക്കൂ, ഇലകൾ, അതിൻ്റെ മുകളിൽ നെല്ലിയുടെ ഇലകളാണ് നമ്മളെ നാട്ടിലൊക്കെ വെക്കാറുള്ളത്. അതിൻ്റെ ഇലകൾ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ പ്രസ്സിംഗ് ദ സീഡ്സ് ഇൻ ദ ബെഡ് പ്രോപ്പർലി വിത്ത് എ വുഡൻ പ്ലാങ്ക്, cycas strips are again spread over it. Heavy objects are placed over this. This is done for obtaining a moderate temperature. നോക്കൂ, ഇതിൻ്റെ മുകളിൽ വിത്തുകളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഇലകൾ വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഭാരം കൂടിയ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കുന്നു. എന്തെങ്കിലും സംഗതികൾ, കല്ല്, മരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹെവി ഒബ്ജക്ട്സ് വെക്കുന്നത് ഇതിന് അനുകൂലമായ ഒരു ഊഷ്മാവ്, ചൂട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ സ്പോട്ടിംഗ് ഓഫ് ദ സീഡ്സ്. കണ്ടിന്യൂ വാട്ടറിങ് ഫോർ 4 to 5 days. 4-5 ദിവസം കൊണ്ട് ഇത് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 4-5 ദിവസം കൊണ്ട് ദ സീഡ് സ്പോട്ട് ആൻഡ് മാറ്റർ, ഇവ മുളയ്ക്കുകയും വളരാൻ തുടങ്ങുകയും ചെയ്യും. ഇൻ സം പ്ലേസസ് ഓഫ് ദ പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് പാഡി സീഡ്സ് ഇൻ സാക്സ് ആൻഡ് spotting them by placing heavy objects over the sacks also prevails. നമ്മുടെ നാട്ടിൽ തന്നെ ചില കർഷകരെ ഇങ്ങനെ ബെഡ് തയ്യാറാക്കുന്നതിന് പകരം തുണിയുടെ ചാക്കുകൾ, ചണച്ചാക്കുകളിലൊക്കെ വിത്തിനെ ആക്കി വെച്ചിട്ട്, വിത്ത് എന്ന് പറഞ്ഞാൽ നെല്ലിനെ ആക്കി വെച്ചിട്ട് അതിലെ 4-5 ദിവസം വെള്ളം നനച്ചു കൊടുത്തിട്ടും ഇതേപോലെ വിത്ത് മുളപ്പിക്കാറുണ്ട്. ഇത് നെൽവിത്ത് മുളപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ്, ഒരു രീതിയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. യു ഹാവ് ഒബ്സർവ് ദ സ്പോട്ടിംഗ് ഓഫ് സീഡ്സ് ഈസ് ഇൻ ഫുഡ് ടു റിക്വയർ ദം ഫോർ ഗ്രോത്ത്. ദേ ഡു നോട്ട് ഹാവ് ലീവ്സ് ടു പ്രിപ്പയർ ഫുഡ്. ഫ്രം വേർ ഡു ദേ ഗെറ്റ് ഫുഡ്? റീഡ് ദ ഫോളോയിങ് നോട്ട്. ഇപ്പോൾ നമ്മൾ എന്ത് നോക്കി? എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വിത്ത് മുളയ്ക്കുന്നത് എന്ന് കണ്ടെത്തി. ഇനി വിത്ത് മുളച്ചു കഴിഞ്ഞാലോ? ഈസ് ഇൻ ഫുഡ് ആൾസോ റിക്വയർഡ് ഫോർ ഗ്രോത്ത്. അവയ്ക്കും വളരാൻ ഭക്ഷണം ആവശ്യമായി വരില്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ചെടികൾക്ക് വളരാനും ഭക്ഷണം ആവശ്യമുണ്ട്, ആഹാരം ആവശ്യമുണ്ട്. ചെടികളെ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യുക, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ LP ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈസ് ഇൻ ഫുഡ് ആൾസോ റിക്വയർഡ് ഫോർ ഗ്രോത്ത്. അപ്പോൾ അവയുടെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമില്ലേ? ദേ ഡോണ്ട് ഹാവ് ലീവ്സ് ടു പ്രിപ്പയർ ഫുഡ്. അതാണ് പ്രത്യേകത. ഈ മുളച്ചു വരുന്ന ചെടികൾക്ക് വേണ്ടത്ര ഇലകൾ, അവയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്ര ഇലകൾ ഉണ്ടാവില്ല. ഫ്രം വേർ ഡു ദേ ഗെറ്റ് ഫുഡ്? അപ്പോൾ അവയ്ക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? വി ക്യാൻ റീഡ് ദ ഫോളോയിങ് നോട്ട്. നമുക്ക് താഴെ കാണുന്ന ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റാൻസസ്. ഇവിടെ ചില പുതിയ വാക്കുകൾ വരുന്നുണ്ട്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണം. അപ്പോൾ വിത്തിൻ്റെ ഉള്ളിലുള്ള ഭ്രൂണം അനുകൂലമായ കാലാവസ്ഥയിൽ ഒരു തൈച്ചെടിയായിട്ട് വളർന്നു വരുന്നതിനെയാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്, അതായത് ബീജാങ്കുരണം എന്ന് പറയുന്നത്. വാട്ടർ എൻറ്റേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. ഈ സമയത്ത്, ജെർമിനേഷൻ നടക്കുന്ന സമയത്ത് വെള്ളം വിത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് വിത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്? വിത്തിൻ്റെ തൊലിയിലുള്ള സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെയാണ് വെള്ളം വിത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രീക്സ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ കടലയൊക്കെ വീട്ടിൽ വെള്ളത്തിലിടുമ്പോൾ കണ്ടിട്ടുണ്ടാവും, പിറ്റേ ദിവസത്തേക്ക് അത് വെള്ളം ആഗിരണം ചെയ്തിട്ട് അല്പം വലുതായിട്ടുണ്ടാവും, ചീർത്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുളയ്ക്കാൻ ഇടുന്ന വിത്തുകളും അവ വെള്ളം വലിച്ചെടുത്ത് ചീർക്കുകയും അതോടുകൂടി ഇതിൻ്റെ പുറം ഭാഗത്തുള്ള കവചം, പുറം ഭാഗത്തുള്ള തൊലി പൊട്ടുകയും ചെയ്യുന്നു. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ആൾസോ റെസ്പിറേറ്റ്സ്. അതായത് ഈ വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. ഡ്യൂറിങ് ജെർമിനേഷൻ ദ റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. അവിടെ നമ്മൾ വിത്ത് മുളയ്ക്കുമ്പോൾ ഏതാണ് ആദ്യം പുറത്തു വരിക? ഇറ്റ് ഈസ് റാഡിക്കൽ, അതായത് ബീജമൂലം ആണ് പുറത്തു വരുന്നത്. റാഡിക്കൽസ് ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് ഫുഡ്. അതായത് വേരാണ്, വേരിൻ്റെ ഭാഗമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. ദ
Plumule is the portion that grows upward from the embryo. ബീജശീർഷം. ബീജശീർഷമാണ് ബീജാങ്കുരണത്തിന്റെ അടുത്ത ഘട്ടം. അതായത് ബീജമൂലം വളർന്നതിന് ശേഷം ബീജശീർഷം വളരുന്നു. The plumule grows into the stem. ഇത് വളർന്നിട്ടാണ് പിന്നീട് കാണ്ഡമായിട്ട് മാറുന്നത്, അതായത് തായ്തടിയൊക്കെ ആയിട്ട് മാറുന്നത്. The germinating seed use the food of the cotyledon until the leaves grow enough to synthesize food. അതായത് നിങ്ങൾ പയറുമണികളും പുളിയുടെ വിത്തുകളൊക്കെ മുളച്ചു വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് സൈഡിലേക്കും ചെറിയ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് ബീജാന്നം എന്ന് പറയുന്നത്. ഈ ബീജാന്നത്തിൽ നിന്നാണ് ഈ ചെടി, അതായത് നമ്മളെ ഭ്രൂണം വളരാൻ ആവശ്യമായ ഭക്ഷണം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഭ്രൂണം വളർന്നു, അത് വിത്ത് മുളച്ചു, ബീജശീർഷം മുകളിലേക്ക് വളർന്നു, ബീജമൂലം താഴത്തേക്ക് വളർന്നു. ആ സമയത്ത് ചെറിയ ഇലകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് അതിനാവശ്യമായ ഭക്ഷണം, ആദ്യത്തെ കുറച്ച് കാലത്തേക്കുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് പരിപ്പ് എന്നൊക്കെ പറയില്ലേ, രണ്ട് സൈഡിലേക്ക് നിൽക്കുന്ന ചെറിയ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണമാണ് ഈ തൈച്ചെടി തുടക്കത്തിൽ വലിച്ചെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ബീജാന്നം എന്ന് പറയുന്നത്. ഓപ്പൺ ദ സീഡ്സ് ഓഫ് പീ, ബംഗാൾ ഗ്രാം എക്സെട്ര ആൻഡ് ഒബ്സർവ് ദ കോട്ട്ലിഡോൺ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇനി മുളയ്ക്കുന്ന പയറിൻ്റെയും അതേപോലെ നിലക്കടലയുടെയും കടലയുടെയും ഒക്കെ നോക്കിയിട്ട് ഈ ബീജാന്നമൊക്കെ എങ്ങനെയാണ് വളരുന്നതെന്ന് കണ്ടെത്തുക. ഇവിടെ ചിത്രം കാണാനുണ്ട്. വേരിയസ് സ്റ്റെപ്സ് ഓഫ് ദ സീഡ് ജെർമിനേഷൻ ഓഫ് പീ സീഡ്. നോക്കൂ, ആദ്യത്തെ ചിത്രത്തിൽ, ഫസ്റ്റ് ചിത്രത്തിൽ നമ്മൾ മണ്ണിൻ്റെ അടിയിലുള്ള വിത്തിനെ കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ബീജമൂലം റാഡിക്കൽ ഇങ്ങനെ വളർന്നു വരുന്നത് കാണാം. മൂന്നാമത്തേലെ ബീജമൂലം ഒന്നും കൂടി വളർന്ന് റാഡിക്കൽ വളർന്ന് മണ്ണിനോട് ചേർന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നത് കാണാം. നാലാമത്തെ ചിത്രത്തിൽ കുറച്ചും കൂടി അതിന് സൈഡിലായിട്ട് ചെറിയ വേരുകൾ കൂടി വന്നതായിട്ട് കാണാം, ശാഖകൾ വന്നതായിട്ട് കാണാം. അഞ്ചാമത്തേതിൽ വിത്തിൻ്റെ മുകൾ ഭാഗം തൊലിയൊക്കെ നന്നായി പിളർന്ന് ബീജശീർഷം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആറാമത്തേൽ നോക്കൂ, അടുത്ത ചിത്രത്തിൽ കോട്ട്ലിഡോണിൻ്റെ ചിത്രം അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബീജാന്നം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരുമ്പോൾ പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗം, അതിനെന്തുണ്ട്, നേരത്തെ അത് ഒരു സ്റ്റെമ്മായിട്ട് ഒരു ചെടിയായിട്ട് വളർന്നു വരുന്നു. ദിസ് ഈസ് ദ സ്റ്റെപ്പ് ഓഫ് ദ സീഡ് ജെർമിനേഷൻ. അപ്പോൾ സീഡ് ജെർമിനേഷൻ്റെ വരെയുള്ള സ്റ്റെപ്പുകൾ കണ്ടില്ലേ. നൗ ലെറ്റ് us ഡിസ്കസ് ദ പോർഷൻ ലേറ്റർ. അപ്പോൾ നമ്മളിന്ന് സീഡ് ജെർമിനേഷൻ വരെയാണ് നോക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം.